ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഇന്നോവയാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വരുന്നത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, സ്റ്റാർട്ടർ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടർ കംപ്ലയിൻ്റ് ആയതല്ല, എഞ്ചിൻ സ്റ്റക്ക് ആയതായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്ന ഒരു ഫോർഡ് ഫിഗോയുടെ എഞ്ചിൻ സ്റ്റക്ക് ആയത്. അപ്പോൾ ആ ഒരു രീതിയിൽ സെയിം രീതിയിൽ തന്നെ കസ്റ്റമർ ഡ്രൈവ് ചെയ്ത് വരുന്ന ടൈമിൽ വഴിയിൽ ഓഫായി പോയൊരു വണ്ടിയാണിത്. പിന്നീട് കസ്റ്റമർ സെൽഫ് അടിച്ച് നോക്കിയിട്ടൊന്നും സ്റ്റാർട്ടായിരുന്നില്ല. അങ്ങനെ വണ്ടി ടോ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കസ്റ്റമറിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. സ്റ്റാർട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, സ്റ്റാർട്ടർ ഓക്കെയാണ്. പിന്നീട് ടൈം ബെൽറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ടൈമിംഗ് ഒന്നും മാറിയിട്ടില്ല, ടൈമിംഗ് ഒക്കെ പെർഫെക്റ്റാണ്. പിന്നെ വാൽവ് കവർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴും അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അങ്ങനെ ഹെഡ് അഴിച്ച് നോക്കിയപ്പോൾ എഞ്ചിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും സിലിണ്ടറിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഗ്യാസ്കറ്റ് കംപ്ലയിൻ്റ് കൊണ്ടിട്ടാണ് ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നത്. ഗ്യാസ്കറ്റിന് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ സിലിണ്ടറിലേക്ക് വെള്ളം ഇറങ്ങാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ഇറങ്ങിയിട്ടിട്ടാണ് ആ ഒരു വാൽവിൻ്റെ അവിടെ തുരുമ്പ് പിടിച്ച പോലെ ഒരു പാട് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ക്രാങ്കേസ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ കണക്റ്റിൻ്റെ ബെയറിങ് ക്രാങ്കിൽ പിടിച്ച് സ്റ്റക്കായിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഈ ഒരു കണക്റ്റിനാണ് യാതൊരു പ്രശ്നമില്ല, ഓക്കെയാണ്. ആ ഒരു ഗ്യാപ്പിൽ അനങ്ങുന്നുണ്ട്, ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കണക്റ്റിൻ്റെ അനക്കമില്ല, അതിനർത്ഥം അത് അതിൻ്റെ ബെയറിങ് ക്രാങ്കിൽ പിടിച്ചിട്ടുണ്ട്. കണക്റ്റിംഗ് റാഡ് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ചെറിയൊരു അനക്കം. കാരണം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, വേറൊന്നും കൊണ്ടല്ല. ആ ഒരു കണക്റ്റിംഗ് റാഡ് ബെയറിങ്ങിൻ്റെ ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വന്ന് ഫില്ല് ചെയ്യാനുള്ളൊരു ഗ്യാപ്പാണ് അത്. ആ ഗ്യാപ്പിൽ ഓയിൽ വരാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ഭാഗത്തേക്ക് ഓയിൽ വരാണ്ടിരിക്കാൻ കാരണം എഞ്ചിനുണ്ടാകുന്ന കരിയും കാര്യങ്ങളൊക്കെ വന്ന് ഓയിൽ ഹോൾസ് അടഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഓയിൽ ഹോൾസ് പൊതുവെ ചെറിയ ഹോൾസ് ആയതുകൊണ്ട് തന്നെ കരിയും കാര്യങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് അത് അടഞ്ഞു പോകും. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് ഓയിൽ പമ്പിങ് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലൂബ്രിക്കേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓയിലും കാര്യങ്ങളൊന്നും കറക്റ്റ് ടൈമിൽ മാറാത്തതാണ്. കാരണം ഓയിൽ എഞ്ചിൻ്റെ പാർട്സിനെ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എഞ്ചിനിൽ ഉണ്ടാകുന്ന കാർബൺ ഡെപ്പോസിറ്റ്സിനെയൊക്കെ ഒരു പരിധി വരെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിട്ടും ചേഞ്ച് ചെയ്യാണ്ട് അതേ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്ത് പിന്നെയും എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ആ ഓയിലുണ്ടാകുന്ന കാർബണിൻ്റെ അളവ് പിന്നെയും കൂടുകയാണ്. അപ്പോൾ അങ്ങനെ ആ കാർബണിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് എഞ്ചിൻ ഓയിലുള്ള ആ ലിക്വിഡ് ഫോം മാറിയിട്ട് പതിയെ ഓയിലിൻ്റെ തിക്നെസ് കൂടി ഒരു ജെൽ ഫോമിലേക്ക് ആകും ഓയിൽ. ഇങ്ങനെ ജെൽ ഫോമിലാകുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഈ ഓയിൽ ചെല്ലുന്ന ഭാഗങ്ങളെല്ലാം കരി പിടിക്കാൻ തുടങ്ങും. അങ്ങനെ ഓയിൽ ഹോൾസും കാര്യങ്ങളൊക്കെ കരി പിടിച്ച് കയറി അടയും. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് പിന്നെ പുതിയ ഓയിലാണ് ഒഴിച്ചത്, സർവീസ് ചെയ്ത് പുതിയ ഓയിൽ ഒഴിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ വണ്ടി സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. എപ്പോഴും ഒരുപാട് ആളുകളുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്നവരങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എഞ്ചിൻ പണിഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല.